പ്രവചനങ്ങൾക്ക് മുകളിലായി ഭൂരിഭാഗം എക്സിറ്റ് പോളുകളിലും പറഞ്ഞതുപോലെ വിജയുടെ ടിവിക്ക് തമിഴ്നാട്ടിലെ നിർണായക ശക്തിയായി മാറി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ തന്നെ വിജയുടെ ടിവിക്കയുടെ കുതിപ്പ് ദൃശ്യമായിരുന്നു. കന്നി മത്സരത്തിൽ തന്നെ ടിവിക്ക് അധികാരത്തിലേക്ക് എത്തുകയാണ്. ഭരണകക്ഷിയായ DMK കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ മുന്നിലായിരുന്നുവെങ്കിലും DMK പല മണ്ഡലങ്ങളിലും അടിപതറുന്നത് ദൃശ്യമായിരുന്നു. MGRന് ശേഷം സ്വന്തമായി പാർട്ടി രൂപീകരിച്ച തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ ചരിത്രം വിജയ് സ്വന്തമാക്കിയിരിക്കുകയാണ്. മക്കൾ തിലകം എന്ന MGR അറിയപ്പെട്ടതുപോലെ വെള്ളിത്തിരയിലെ ദളപതി വിജയ് ഇനി തമിഴ് രാഷ്ട്രീയത്തിന്റെയും ദളപതിയാകും. DMK, AIADMK എന്നീ രണ്ട് ദ്രാവിഡ കക്ഷികൾ പതിറ്റാണ്ടുകളായി മാറി മാറി ഭരിക്കുന്ന തമിഴ് രാഷ്ട്രീയത്തിൽ പുത്തൻ മാറ്റത്തിന്റെ അടയാളമാണ് വിജയ് രേഖപ്പെടുത്തിയത്. 1977 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MGR വൻ വിജയം നേടി. 1987 മരിക്കുന്നതുവരെ ഒരു ദശാബ്ദക്കാലം തമിഴ്നാട് ഭരിച്ചു. ആരാധകരുടെ ആരാധനയും ഭക്തിയും ഒരു രാഷ്ട്രീയ തന്ത്രമാക്കി മാറ്റാൻ MGRന് സാധിച്ചിരുന്നു. ചരിത്രം വിജയിലൂടെ ഇത് ആവർത്തിക്കുകയാണ്. 2 വർഷം മാത്രം പ്രായമുള്ള വിജയുടെ തമിഴക വെട്രിക്കഴകം 100 എന്ന മാന്ത്രിക സംഖ്യയാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ കടന്നിരിക്കുന്നത്. BJPയുമായി സഖ്യം രൂപീകരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നിട്ടും NDAയുമായി ചേരില്ലെന്ന് ടിവിക്ക് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. കൂടാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി ഒരു പാർട്ടി വിജയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തതായും നിയമസഭാ സീറ്റുകളുടെ 50% വാഗ്ദാനം ചെയ്തതായും ടിവിക്ക് ജനറൽ സെക്രട്ടറി ആദവ് അർജുന അറിയിച്ചിരുന്നു. എന്നിരുന്നാലും ഈ വാഗ്ദാനങ്ങൾ പാർട്ടി നിരസിച്ചു. സംസ്ഥാനത്തെ 234 മണ്ഡലങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ 85.1% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ആകെ 4023 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ തമിഴ്നാട്ടിൽ മത്സരിച്ചത്. ഏപ്രിൽ 23 നടന്ന വോട്ടെടുപ്പിൽ 5.73 കോടി ജനങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.